ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ലോഗാണ്. ഞാൻ രാവിലത്തേക്ക് കുറച്ചുകൂടെ എനർജറ്റിക് ആയിരിക്കും കേട്ടോ വൈകുന്നേരം ജോലി ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് ഫുള്ള് കിടന്നുറങ്ങിയിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. പക്ഷേ രാവിലെ ആണെങ്കിൽ എനിക്ക് രാത്രിയിൽ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കരയുന്നതുകൊണ്ട് അതിൻ്റെ ഉറക്കമൊക്കെ പോകും. എന്നിട്ട് പിന്നെ വെളുപ്പിനെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കുറച്ച് ടയേർഡായിരിക്കും. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുള്ള് കിടന്നുറങ്ങിയിട്ട് 4 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേൽക്കത്തുള്ളൂ. 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കത്തുള്ളൂ. രാവിലെ ആയാലും വൈകിട്ടായാലും എനിക്കൊരു ചായ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ ഉടനെ ഞാൻ ഒരു ചായ ഇടും. എനിക്ക് ചായ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എല്ലാവർക്കും ഇട്ടേക്കും. അച്ഛനും അമ്മയ്ക്കും മധുരം ഇല്ലാത്തതായതുകൊണ്ട് ആദ്യമേ അവരുടെ രണ്ടുപേരുടെയും ചായ ഞാൻ മാറ്റി വയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹസ്ബൻഡിനും ഉള്ള ചായക്ക് ഞാൻ മധുരം എടുത്തുള്ളൂ. അത് ചായ ഇട്ടപ്പോൾ അച്ഛൻ ഇല്ലായിരുന്നു വീട്ടിൽ. പക്ഷേ അച്ഛൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ചായ എടുത്ത് ഞാൻ ഫാനിൻ്റെ ഇടയിൽ കൊണ്ട് വെക്കും. കാരണം എനിക്ക് നല്ല ചൂടോടെ കുടിക്കുന്നതിൽ ഇഷ്ടം ഒരു ഇച്ചിരി ആറിയിട്ട് കുടിക്കുന്നത്. അങ്ങനെ ഞാൻ അത് ആറാൻ വേണ്ടി ഇച്ചിരി നേരം വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചായ തിളപ്പിച്ച പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് ആറും ചായ. പിന്നെ ഞാൻ അതെടുത്ത് കുടിച്ചിട്ട് ഞാൻ നേരെ പോയത് തൂക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മുഴുവൻ അടിച്ച് വരണം. താഴെ 2 റൂം, ഹോള്, കിച്ചണ്, സ്റ്റോർ റൂം എല്ലാം തൂത്തുവാരി വരുമ്പോഴത്തേക്കും ഞാൻ നല്ലപോലെ വിയർക്കുന്നുണ്ടാവും. കാരണം അത്ര സമയം എടുക്കും തൂത്തുവാരി വരാൻ വേണ്ടിയിട്ട്. പിന്നെ വെളിയിലത്തെ വരാന്ത എല്ലായിടവും തൂക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു അവൻ്റെ കളിപ്പാട്ടങ്ങൾ എല്ലാം അവിടെ ഇവിടെയൊക്കെ കാണും. അതെല്ലാം എടുത്ത് വെക്കണം. പിന്നെ സെറ്റിയിലേക്ക് വിരിയൊക്കെ മാറ്റണം. അങ്ങനെ എല്ലാം ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിലും ഒന്ന് കുടയണം. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എല്ലായിടവും തൂക്കുന്നത്. അങ്ങനെയൊക്കെ തൂത്ത് വരുമ്പോൾ തന്നെ ഒരു സമയമാകും. ഞാൻ കുറച്ച് ക്ഷീണിക്കുകയും ചെയ്യും. അത് തൂത്തുവാരി വന്ന ഉടനെ ഞാൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന വെള്ളം കുറേ എടുത്ത് കുടിക്കും. കാരണം അത്രയും ഞാൻ ടയേർഡായിട്ടുണ്ട്. ടയേർഡെന്നല്ല, ഈ ചൂടായതുകൊണ്ട് തന്നെ അത്രയും വിയർത്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ തേങ്ങ തിരുമ്മി, സാധാരണ കരിക്കൊക്കെ ഉള്ളപ്പോൾ കരിക്കാട്ടോ എടുക്കാറുള്ളത്. ഇന്ന് അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തേങ്ങയായിരുന്നു തിരുമ്മിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പച്ചരി 2-3 വട്ടം കഴുകി ഞാൻ മിക്സിയിലിട്ട് അരച്ചു. ആദ്യം 2 ട്രിപ്പായിട്ടാട്ടോ ഞാൻ അരച്ചത്. ആദ്യം തേങ്ങയും പച്ചരിയും കൂടെ അരയ്ക്കും. അത് കഴിഞ്ഞ് 2ാമത്തെ ട്രിപ്പിൽ പച്ചരിയും ഇച്ചിരി ചോറും കൂടെ അരയ്ക്കും. അങ്ങനെ അരച്ചിട്ട് അത് ഞാൻ അടച്ചു വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഞാൻ ചെയ്തത്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കുഞ്ഞിന് ഓട്സൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സൈഡായിട്ട്. അതൊന്നും ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിൽ പോയി പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് വിളക്കും കൂടെ ഒരുക്കി വെച്ചിട്ട് വിളക്ക് രാവിലെ കഴുകും കേട്ടോ. അത് കഴിഞ്ഞ് വിളക്കൂടെ ഒരുക്കി വെച്ചിട്ട് ഞാൻ പോയി മേലെ കഴുകി പിന്നെ വിളക്ക് കത്തിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.